ബഹ്റിൻ തലസ്ഥാനമായ മനാമയിലും മനാമ സൂക്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ പാർക്കിംഗ് പ്രശ്നം അതിൻ്റെ ഒരു പീക്കിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. നഗരപ്രദേശങ്ങളിലെ റെസിഡൻഷ്യൽ ഏരിയകളിൽ പല താമസക്കാരും അവരുടെ ബിൽഡിങ്ങിനോട് ചേർന്നുള്ള ഭാഗം പല രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പാർക്കിംഗ് പ്രിസർവ് ചെയ്യുന്ന ഒരു രീതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനെ അനധികൃത പാർക്കിംഗ് അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ കയ്യേറ്റം ചെയ്യൽ എന്നുള്ള രീതിയിലാണ് അതോറിറ്റീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ കർശനമായ പരിശോധനയും ശിക്ഷാ നടപടികളുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയുന്നത്. ഈ ഒരു പ്രശ്നം ഉയർന്നു വന്നതിനെ തുടർന്ന് രണ്ട് ഭാഗത്തു നിന്നും വിശദീകരണങ്ങൾ വരുന്നുണ്ട്. താമസക്കാർ ചോദിക്കുന്നത് തങ്ങളുടെ വീടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അതേസമയം തന്നെ മനാമാസൂക്ക് അടക്കമുള്ള പ്രദേശങ്ങളിലും ചുറ്റുവട്ടത്തും ഒക്കെ ധാരാളം ബാച്ചിലേഴ്സ് താമസിക്കുന്നുണ്ട്. ഒരു ബിൽഡിങ്ങിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ആ ഏരിയയിൽ അവർക്കൊക്കെ വാഹനങ്ങളും ഉള്ളവരാണ്. എവിടെയാണ് ഞങ്ങൾ പിന്നെ വാഹനം പാർക്ക് ചെയ്യുക എന്ന് അവരും ചോദിക്കുന്നു. കാൽനടയാത്രക്കാർക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ള വഴികളിലും കടകളുടെ മുൻവശത്തുമൊക്കെ ബാരിക്കേഡുകൾ പോലുള്ള വസ്തുക്കളൊക്കെ വെച്ചുകൊണ്ട് പാർക്കിംഗ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട്. ഇതൊക്കെ അനധികൃത പാർക്കിംഗ് അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയയുടെ കയ്യേറ്റമായി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നടപടികളുമായി മുന്നോട്ട് പോകാൻ അതോറിറ്റീസ് തീരുമാനിച്ചിരിക്കുന്നത്.